ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഐഷദാസ് ഷെഫിങ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ക്യാരറ്റ് സേമിയ പോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ എല്ലാവർക്കും ഇത് അറിയുന്ന ഒരു റെസിപ്പിയാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഇതിനായി ആദ്യം തന്നെ 3 ക്യാരറ്റാണ് എടുക്കുന്നത്. അതിൽ 2 ക്യാരറ്റ് ഇതേപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. 1 ക്യാരറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ നല്ല നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതായത് മിൽമേൻ്റെ നല്ല നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ആൽമണ്ടും അതുപോലെ റൈസിൻസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൽമണ്ട്സിന് പകരം കാഷ്യൂനട്ട് എടുത്താലും മതി. ഞാൻ കയ്യിലില്ലാത്തതുകൊണ്ട് ആൽമണ്ട് എടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഹാഫ് വേവ് ആക്കിയിട്ട് എടുക്കുക. ക്യാരറ്റ് വെന്ത് വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 പിടി സേമിയാണ് എടുത്തത്. അതൊരു പാനിലേക്ക് ഇട്ടിട്ട് നമുക്ക് പാലൊഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പാലിന് പകരം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താലും മതി. അപ്പോൾ കുറച്ച് അത്യാവശ്യം പാല് എടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ വെള്ളം എടുക്കുകയാണെങ്കിലും അതിനനുസരിച്ചുള്ള വെള്ളം എടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇനി ഇത് വേവിച്ചതിന് ശേഷം ഒരു 5 കോഴിമുട്ട ഒരു ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 6 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 6 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 1 കപ്പ് പാൽപ്പൊടി, അതാണ് കണക്ക് വരുന്നത്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച 1 ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സും അതുപോലെ സേമിയൻ്റെ മിക്സും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ക്യാരറ്റ് ഇതിൽ കൂടുതൽ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാം കേട്ടോ. ഞാൻ ക്യാരറ്റ് കൂടുതൽ ഉണ്ടാകുന്ന സമയത്താണ് ക്യാരറ്റ് പോൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചൂടായിട്ടുള്ള പാനിലേക്ക് നല്ല നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ആൽമണ്ട്സും പിന്നെ റൈസിൻസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, നിർബന്ധമുള്ള കാര്യങ്ങളല്ല. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ 25 മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി മറ്റൊരു ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പിയുമായി വരുന്നവരെ ബൈ ഫ്രം ഐഷദാസ് ഷെഫിങ്.